ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഏതൊരു PSC എക്സാംസിനും ഉപകാരപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഗുണകരമാകും. നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. ഏതാണ്? ചിനാബാണ്. സിന്ധുവിൻ്റെ പോഷക നദികൾ ഏതെല്ലാമാണ്? ജലം, സത്ലജ്, ചിനാബ്, ബിയാസ്, രവി. സിന്ധുവിൻ്റെ പോഷക നദികളാണ് ജലം, സത്ലജ്, ചിനാബ്, ബിയാസ്, രവി എന്നിവ. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് സത്ലജ്. ഏതാണ്? സത്ലജ്. ക്ലിയർ ആണോ? അടുത്തത്, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? ബിയാസ് ആണ്. നോക്കൂ, വ്യത്യാസമുണ്ട്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ സത്ലജാണ്. എന്നാൽ പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏത് എന്ന് ചോദിച്ചാൽ ബിയാസ് ആണ്. ക്ലിയർ ആണോ? അടുത്തത്, സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. അപ്പോൾ സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബിയാസ്. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് ഏത്? ലാഹോറിലെ നദി ഏതാണ്? രവിയാണ്. ഏതാണ്? രവിയാണ് ലാഹോറിലെ നദി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് കുറച്ച് എന്താ പറയുക, പ്രാചീന കാലത്ത് അറിയപ്പെട്ട പേരും നിലവിൽ അറിയപ്പെടുന്ന പേരും ഓരോ നദികളുടെ പേരുകൾ നമുക്കൊന്ന് പഠിച്ചു പോവാം. നോക്കാം. ജലം, സിന്ധുവിൻ്റെ പോഷക നദിയായ ജലം പ്രാചീന കാലഘട്ടത്തിൽ അറിയപ്പെട്ടത് വിദാസ്ത എന്നാണ്. എന്താണ്? വിദാസ്ത. അതുപോലെ ശതദ്രു, സത്ലജ് അല്ലേ, സത്ലജ് എന്തെന്ന് അറിയപ്പെട്ടത്? ശതദ്രു എന്ന് അറിയപ്പെട്ടിരുന്നു. ചിനാബ് അസ്കിനി. അതുപോലെ രവി പരുഷ്ണി, ഐരാവതി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. ജലം വിദാസ്ത, സത്ലജ് ശതദ്രു, ചിനാബ് അഷ്കിനി, രവി പരുഷ്ണി അഥവാ ഐരാവതി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? നമ്മൾ ഇപ്പോൾ ഉള്ള കാലമാണ് അല്ലേ. ശൈത്യം എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള കാലം ഏതാണ്? ഡിസംബർ ടു ഫെബ്രുവരിയാണ് ഇന്ത്യയിലെ ശൈത്യകാലം എന്ന് പറയുന്നത്. അപ്പോൾ കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം മെറ്റീരിയോളജി എന്നറിയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ കാലാവസ്ഥാ ദിനം എന്നാണ്? കാലാവസ്ഥാ ദിനം മാർച്ച് 23 കാലാവസ്ഥാ ദിനം. എങ്കിൽ ലോക കാലാവസ്ഥാ പഠന സംഘടനയുടെ ആസ്ഥാനം ഏത്? ലോക കാലാവസ്ഥാ പഠന സംഘടനയുടെ ആസ്ഥാനമാണ് ജനീവ. ഏതാണ്? ജനീവ. ഇന്ത്യയിൽ ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. എന്താണ്? ഇന്ത്യയിൽ ശൈത്യകാലത്ത് അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസമുണ്ട്. എന്താണ്? പശ്ചിമ അസ്വസ്ഥത. ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്നത് ഏതാണെന്നറിയാമോ? ഇന്ത്യയാണ്. ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ് അല്ലേ. എക്കൽ മണ്ണ് എല്ലാം എന്താ പറയുക, ജൈവാംശങ്ങളെയും വലിച്ചു കൊണ്ടുവരുന്ന മണ്ണാണ് ഇത്, ഈ എക്കൽ മണ്ണ് അല്ലേ. അപ്പോൾ നോക്കാം. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ്. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആഘോഷിച്ചത് എന്നാണ്?
ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആഘോഷിച്ചത് 2015. ഏതാ വർഷം? 2015. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതോ ലാറ്ററൈറ്റ് മണ്ണാണ്. ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ക്ലിയർ ആണോ? പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഗാദർ എന്നാണ്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഗാദർ എന്നാണ്. എന്നാൽ പഴയ എക്കൽ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ബങ്കർ എന്നറിയപ്പെടുന്നു. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ബങ്കർ എന്നാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കരിമണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കരിമണ്ണ്. ലാവ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണിത് ഈ കരിമണ്ണ്. ക്ലിയർ ആണോ? ഇന്ത്യയിൽ കരിമണ്ണ് കൂടുതലായി കണ്ടുവരുന്ന പ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിൽ കരിമണ്ണ് കൂടുതലായി കണ്ടുവരുന്ന പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. ക്ലിയർ ആണോ? ഓക്കെ. കായാന്തരിത ശിലകളും പരൽ രൂപ ശിലകളും പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് ചെമ്മണ്ണ്. കായാന്തരിത ശിലകളും പരൽ രൂപ ശിലകളും പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് ചെമ്മണ്ണ്. ഇരുമ്പിൻ്റെ അംശം ഇതിൽ കൂടുതലായിരിക്കും അല്ലേ? ഇരുമ്പിൻ്റെ അംശം കൂടുതലായിരിക്കും. ഇത് വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നു. എന്താണ്? ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നു. നോക്കൂ, എന്താ പറഞ്ഞത്? ചെമ്മണ്ണ് അല്ലേ? ചുമന്ന കളറിലുള്ള മണ്ണ് ചെമ്മണ്ണ് അല്ലേ? ഒമിനി ബസ് ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ. നമ്മൾ കണ്ടിട്ടുള്ള ഒമിനിയൊക്കെ വൈറ്റ് ആണ് അല്ലേ? അപ്പം നമ്മളെങ്ങനെ ആലോചിക്കുക? ചുമന്ന കളറിലുള്ള ഒമിനി എന്താണ്? കണക്ട് ചെയ്യാം. ഓക്കെ. പ്രധാനമായും മൺസൂൺ കാലാവസ്ഥയിലൂടെ രൂപം കൊള്ളുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണാണ് ഇത് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്. പ്രധാനമായും മൺസൂൺ കാലാവസ്ഥയിലൂടെ രൂപം കൊള്ളുന്ന ഫലപുഷ്ടി കുറഞ്ഞ മണ്ണാണ് ഇത് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണ് എന്നും ഏതറിയപ്പെടുന്നുണ്ട്? ഈ ലാറ്ററൈറ്റ് മണ്ണ് അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ? ചതുപ്പുകൾ പോലെ നനവുള്ള പ്രദേശങ്ങളിൽ ജൈവ വസ്തുക്കൾ വീണുണ്ടാകുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. ചതുപ്പുകൾ പോലെ നനവുള്ള പ്രദേശങ്ങളിൽ ജൈവ വസ്തുക്കൾ വീണുണ്ടാകുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് ഏതാ? പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് ഏത്? പീറ്റ് മണ്ണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏതാണ്? പർവ്വത മണ്ണാണ് അല്ലേ? പർവ്വത മണ്ണ്. PYQ ആണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏതാണ്? പർവ്വത മണ്ണ്. ഓക്കെ. ക്ലിയർ ആണോ? ജലാംശവും ജൈവ വസ്തുക്കളും ഇല്ലാത്ത മണ്ണുണ്ട്. അതേതാണ്? മരുഭൂമി മണ്ണാണ്. ജലാംശവുമില്ല ജൈവ വസ്തുക്കളും ഒന്നുമില്ലാത്തൊരു മണ്ണാണേത്? മരുഭൂമി മണ്ണ്. ജലാംശം വളരെ കുറവാണ് അല്ലേ ഇത്തരം മണ്ണുകൾക്ക്? ഓക്കെ. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തര മഹാസമതലത്തിലെ മരുസ്ഥലീഭാഗർ. ഏതാണ്? മരുസ്ഥലീഭാഗർ പ്രദേശത്തെ മണ്ണാണേത്? ഈ മരുഭൂമി മണ്ണ്. ഉത്തര മഹാസമതലത്തിലെ മരുസ്ഥലീഭാഗർ പ്രദേശത്തെ മണ്ണാണ് ഈ മരുഭൂമി മണ്ണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ വേറൊരു മണ്ണുണ്ട്. ഏതാണ്? സലൈൻ മണ്ണ്. കേട്ടിട്ടുണ്ടോ? സലൈൻ മണ്ണ്. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയുടെ അളവ് വളരെ കൂടുതലുള്ള മണ്ണാണ് സലൈൻ മണ്ണ്. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവയുടെ അളവ് വളരെ കൂടുതലുള്ള മണ്ണാണ് സലൈൻ മണ്ണ്. ലവണാംശം കൂടുതലുള്ള ഈ മണ്ണിൽ സസ്യങ്ങൾക്ക് വളരാൻ വളരെ പ്രയാസമാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഏതാണ്? കടുവ അല്ലേ? കടുവ. കോർബറ്റ് നാഷണൽ പാർക്കിൽ എന്താ ഉള്ളത്? കടുവ. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജിം കോർബറ്റ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയതാണ് ജിം കോർബറ്റ്. കണ്ടോ? റിപ്പീറ്റ് ചെയ്ത് വരണ കണ്ടോ? അപ്പോൾ നമ്മൾക്ക് പഠിക്കുന്ന കാര്യം ഒന്ന് ഉറച്ചിരിക്കും അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ജിം കോർബറ്റ് അല്ലേ? അതിൻ്റെ വേറൊരു പേരാണെന്ത്? ഹെയ്ലി ദേശീയോദ്യാനം അല്ലേ? ഹെയ്ലി. 1936 ഹെയ്ലി ദേശീയോദ്യാനം എന്നാണ് ഇത് അറിയപ്പെട്ടത്. ഓക്കെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഇതിൻ്റെ പേര് രാംഗംഗ ദേശീയോദ്യാനം എന്നാക്കി
മാറ്റുകയായിരുന്നു. ക്ലിയർ ആണോ? 1973 ഏപ്രിൽ 1-ന് 1973 ഏപ്രിൽ 1-ന് പ്രൊജക്ട് ടൈഗർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 1973 ഏപ്രിൽ 1-ന് പ്രൊജക്ട് ടൈഗർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വേഡന്താങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? നമുക്കറിയാലേ, വേഡന്താങ്കൽ പക്ഷിസങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. എവിടെയാണ്? തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതമാണ് ഏത്? നാൽ സരോവർ പക്ഷിസങ്കേതം. എവിടെയുള്ളതാ? അഹമ്മദാബാദിലെ പക്ഷിസങ്കേതമാണിത്. എന്താണ് പേര്? നാൽ സരോവർ പക്ഷിസങ്കേതം. എവിടെയാണ്? അഹമ്മദാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പക്ഷിസങ്കേതം തട്ടേക്കാട് പക്ഷിസങ്കേതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം നാൽ സരോവർ പക്ഷിസങ്കേതം, അഹമ്മദാബാദ്. തട്ടേക്കാട് പക്ഷിസങ്കേതം എവിടെയാണ്? കേരളത്തിലാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഏതാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1972-ലാണ്. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1972. ഏറ്റവും പഴക്കം ചെന്ന പക്ഷിസങ്കേതമാണ് വേഡന്താങ്കൽ പക്ഷിസങ്കേതം. ഏറ്റവും പഴക്കം ചെന്ന പക്ഷിസങ്കേതം ഏതാണ്? വേഡന്താങ്കൽ പക്ഷിസങ്കേതമാണ്. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ് അല്ലേ. ഗോവയിലാണ്. ഡോക്ടർ സലീം അലിയുടെ പേരിൽ കാണപ്പെടുന്ന പക്ഷിസങ്കേതമാണ് ഏതാ? ഗോവയിലുള്ള പക്ഷിസങ്കേതം. ക്ലിയർ ആണോ? ഓക്കെ. ദേശീയ പക്ഷി നിരീക്ഷക ദിനം എന്നാണ്? ദേശീയ പക്ഷി നിരീക്ഷക ദിനം നവംബർ 12. എവിടെയാണ്? എപ്പോഴാണ്? നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷക ദിനം. കർണാടകയിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതമാണ് രംഗൻതിട്ട് പക്ഷിസങ്കേതം. കർണാടകയിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം ഏതാണ്? രംഗൻതിട്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം ഏതാണ്? മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നതോ മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക പക്ഷിസങ്കേതം കൂടിയാണ് ഇത് മംഗളവനം. ക്ലിയർ അല്ലേ? ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി. ഏതാണ്? കടലുണ്ടി. ക്ലിയർ ആണോ? പിന്നെ ഒരു പോയിന്റ് കൂടെ പറയാം. പക്ഷിഗ്രാമം ഏതാ? പക്ഷിഗ്രാമം നൂറനാട് അല്ലേ. പക്ഷിഗ്രാമം എവിടെയാണ്? നൂറനാട്. ക്ലിയർ ആണോ? ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് കേട്ടോ. ആരാണ്? അൽബുക്കർക്ക് അല്ലേ. അൽബുക്കർക്ക്. ആരാണ് രണ്ടാമത്തെ വൈസ്രോയി? അൽബുക്കർക്കാണ്. അൽബുക്കർക്കിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. മിശ്ര കോളനി വ്യവസ്ഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അൽബുക്കർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മിശ്ര കോളനി വ്യവസ്ഥ അൽബുക്കർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയത് ആരാണ്? നേരത്തെ കൊച്ചിയിലായിരുന്നു പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം, അത് ഗോവയിലേക്ക് മാറ്റിയത് ആരാണ്? നമ്മുടെ അൽബുക്കർക്കാണ്. അൽബുക്കർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചടക്കിയത് ആരാണ്? അൽബുക്കർക്കാണ്. ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചടക്കി കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റി മിശ്ര കോളനി വ്യവസ്ഥ കൊണ്ടുവന്നു. ക്ലിയർ ആണോ? പിന്നെ ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ പാശ്ചാത്യ യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലേ. ഇന്ത്യയിലെ കടൽ മാർഗം എത്തിയ ആദ്യ പാശ്ചാത്യ ശക്തി ആരാണ്? യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാരാണ്. 1498 മെയ് 20 കപ്പൽ മാർഗം എത്തിയ ആദ്യ പോർച്ചുഗീസുകാരനാണ് വാസ്കോഡ ഗാമ. 1498 മെയ് 20 കപ്പൽ മാർഗം എത്തിയ ആദ്യ പോർച്ചുഗീസുകാരനാണ് വാസ്കോഡ ഗാമ. ആരാണ്? വാസ്കോഡ ഗാമ. അങ്ങനെയെങ്കിൽ വാസ്കോഡ ഗാമ വന്ന കപ്പൽ ഏതാണ്? സെന്റ് ഗബ്രിയേൽ. ഏതാണ്? സെന്റ് ഗബ്രിയേൽ. ക്ലിയർ ആണോ?
ഓക്കെ, അദ്ദേഹം ഇന്ത്യയിലെത്തുമ്പോൾ പോർച്ചുഗീസ് രാജാവ് ആരായിരുന്നു? അദ്ദേഹം ഇന്ത്യയിലെത്തുമ്പോൾ ഉള്ള പോർച്ചുഗീസ് രാജാവ് ജോർജ് മാനുവൽ ആണ് അല്ലേ? ആരാണ്? ജോർജ് മാനുവൽ. അപ്പോൾ കോഴിക്കോട് ഭരിച്ചിരുന്ന രാജാവ് ആരാണ്? സാമൂതിരിയാണ് അല്ലേ? കോഴിക്കോട് ഭരിച്ചിരുന്ന ആരാണ്? സാമൂതിരിയാണ്. വാസ്കോഡ ഗാമ രണ്ടാമതായിട്ട് ഇന്ത്യയിലെത്തിയപ്പോഴാണ് AD 1502 വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയത് 1502 അന്ന് അദ്ദേഹം വന്ന കപ്പൽ ഏതായിരുന്നു? സെന്റ് റാഫേൽ ആയിരുന്നു അല്ലേ? ഏതായിരുന്നു? സെന്റ് റാഫേൽ. മൂന്നാമതായി വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത് AD 1524 AD 1524 വാസ്കോഡ ഗാമ മൂന്നാമതായിട്ട് ഇന്ത്യയിലെത്തിയത് അല്ലേ? അതേ വർഷം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അന്തരിച്ചു അല്ലേ? 1524 ഡിസംബർ 24 അദ്ദേഹം അന്തരിച്ചു. എവിടെയാണ് അടക്കം ചെയ്തത്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. പിന്നെ 1539 അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടം ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. ക്ലിയർ ആണോ? ഇനി അടുത്തൊരാളുണ്ട്. ആരാണത്? നമ്മുടെ പോർച്ചുഗീസ് വൈസ്രോയി, ആദ്യത്തെ വൈസ്രോയി ഉണ്ട്. അത് ആരാണ്? അൽമേഡയാണ്. ആരാണ്? അൽമേഡ. ബ്ലൂ വാട്ടർ പോളിസി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ബ്ലൂ വാട്ടർ പോളിസി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അപ്പോൾ നിങ്ങളിങ്ങൊന്ന് സങ്കല്പിക്കൂ കേട്ടോ. ഒരു സ്റ്റേജ്, ആ സ്റ്റേജിൽ ഒരു ടേബിൾ ഉണ്ട്. ടേബിളിൻ്റെ പുറത്ത് ഒരു വെള്ളമുണ്ട്. ആ വെള്ളത്തിൻ്റെ നിറം എന്താ? ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റേജിന് നമ്മൾ എന്ത് പറയും? മേട എന്ന് പറയും അല്ലേ? അപ്പോൾ ഫ്രാൻസിസ്കോ ഡി അൽമേഡ, ബ്ലൂ വാട്ടർ പോളിസി. കണക്ട് ചെയ്തോ? ഓക്കെ, ഇന്ത്യയിലത്തെ ആദ്യത്തെ പോർച്ചുഗീസ് ഗവർണറാണ് ആര്? അൽമേഡ. പോർച്ചുഗീസ് വൈസ്രോയി അല്ല, സോറി, പോർച്ചുഗീസ് ഗവർണറാണ് ആര്? അൽമേഡ. ക്ലിയർ ആണോ? നമ്മുടെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു നമ്മൾ പറഞ്ഞത് ആര്? അൽബുക്കർക്ക് അല്ലേ? അപ്പോൾ ആദ്യത്തെ പോർച്ചുഗീസ് ഗവർണറാണ് ആര്? അൽമേഡ. കുറച്ച് മുന്നേ ഞാൻ വൈസ്രോയി എന്ന് പറഞ്ഞേ, തെറ്റാണ്, മിസ്റ്റേക്കാണ്. ഓക്കെ, സോറി. അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? 1503 കോഴിക്കോട് സാമൂതിരിയെ യുദ്ധം ചെയ്ത് അദ്ദേഹം തോൽപ്പിച്ചു. 1503 സാമൂതിരിയെ തോൽപ്പിച്ചു. 1505 കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണികഴിപ്പിച്ചു. 1505 കണ്ണൂരിൽ സെൻറ്റ് ആഞ്ചലോസ് കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? അൽമേഡയാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആര്? 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം വഹിച്ചത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. ക്ലിയർ ആണോ? ഓക്കെ, 1756 കുപ്രസിദ്ധമായ ഇരുട്ടറ ദുരന്തവുമായി ബന്ധപ്പെട്ട ബംഗാൾ നവാബാണ് സിറാജ് ഉദ്ദൗള. ആരാണ്? സിറാജ് ഉദ്ദൗള. 1757 പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് റോബർട്ട് ക്ലൈവ്. ആരാണ്? റോബർട്ട് ക്ലൈവ്. നോക്കൂ, നമ്മുടെ 1857 വിപ്ലവം നടന്നു അല്ലേ? ആ വിപ്ലവത്തിന് ചിഹ്നമുണ്ടായിരുന്നു. എന്തായിരുന്നു വിപ്ലവത്തിൻ്റെ ചിഹ്നം? താമരയും ചപ്പാത്തിയും. ഏതാണ്? താമരയും ചപ്പാത്തിയും. 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെ. ആരായിരുന്നു? മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെ തൂക്കിലേറ്റിയത് എന്നാണ്? 1857 ഏപ്രിൽ 8 ചോദിച്ചിട്ടുണ്ട്. 1857 ഏപ്രിൽ 8. ആദ്യ വനിതാ രക്തസാക്ഷി ആരാ? പ്രീതി ലത വഡോദ്കർ. ആരാണ്? പ്രീതി ലത വഡോദ്കർ ആണ് ആദ്യത്തെ വനിതാ രക്തസാക്ഷി. 1857 ബ്രിട്ടീഷ് സൈനിക തലവൻ, 1857 വിപ്ലവത്തിൻ്റെ ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നു കൊളിൻ ക്യാമ്പൽ. ആരാണ്? കൊളിൻ ക്യാമ്പൽ. ആള് വന്നിട്ട് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാ അറിയോ? എല്ലായിടത്തും വന്ന് കോളിംഗ് ബെല്ല് അടിച്ചിട്ടാ. ഇവിടെ എല്ലായിടത്തും വന്നിട്ട് കോളിംഗ് ബെല്ല് അടിച്ചിട്ടാ. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണേ. 1857 ബ്രിട്ടീഷ് സൈനിക തലവൻ. അദ്ദേഹം സൈനിക തലവനാണ്. ആരായിരുന്നു? കൊളിൻ ക്യാമ്പൽ ആയിരുന്നു. ആരായിരുന്നു? കൊളിൻ ക്യാമ്പൽ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ, ഏതാ വർഷം? 1857 അല്ലേ? ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നത് ആര്? ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. ആരായിരുന്നു? കാനിങ് പ്രഭു. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? നമുക്ക് ഇന്ത്യക്കാർക്ക് അനുകൂലമായി നിന്ന ഒരു ഗവർണർ ജനറലാണ് ആര്? വാറൻ ഹേസ്റ്റിംഗ് അല്ലേ? ആദ്യ ഗവർണർ ജനറലാണ് അദ്ദേഹം, വാറൻ ഹേസ്റ്റിംഗ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നിയമിതനായ ആദ്യ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്. ഗവർണറായും ഗവർണർ ജനറലായും സേവനമനുഷ്ഠിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ട ആദ്യ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്.
പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പാസ്സാക്കിയ സമയത്തെ ഗവർണർ ജനറലായിരുന്നു ആരാ? വാറൻ ഹേസ്റ്റിംഗ്. അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതിയായ കൊൽക്കത്ത സുപ്രീം കോടതി സ്ഥാപിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതിയായ കൽക്കത്ത സുപ്രീം കോടതി സ്ഥാപിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. ദ്വിഭരണം റദ്ദു ചെയ്തു. 1772 ദ്വിഭരണം റദ്ദു ചെയ്തു. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് എന്താണ്? ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസഭ സ്ഥാപിച്ചത് 1828 ബ്രഹ്മസഭ സ്ഥാപിച്ചു. ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് 1830 മുതലാണ്. ആത്മീയ സഭ സ്ഥാപിച്ചത് 1815. ആത്മീയ സഭ സ്ഥാപിച്ചത് 1815 രാജാറാം മോഹൻ റോയിയെ രാജ എന്ന വിശേഷണം നൽകിയത് ആരാണ്? അക്ബർ ഷാ രണ്ടാമൻ. ആരാണ്? അക്ബർ ഷാ രണ്ടാമൻ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ആധുനിക ഇന്ത്യയുടെ പിതാവ്, ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ആധുനിക ഇന്ത്യയുടെ പിതാവ്, ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചു. 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചു. 1822 ആംഗ്ലോ ഹിന്ദു സ്കൂള് സ്ഥാപിച്ചു. 1822 ആംഗ്ലോ ഹിന്ദു സ്കൂള് സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചു 1825. എവിടെയാണ്? കൊൽക്കത്ത. എവിടെയാണ്? കൊൽക്കത്ത, കൽക്കട്ടയിലാണ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. പഞ്ചശീല കരാർ ഒപ്പുവെച്ച പ്രധാനമന്ത്രി. എപ്പോഴാണ് പഞ്ചശീല കരാർ ഒപ്പുവെച്ചത്? 1954 ഏപ്രിൽ 29. 1954 ഏപ്രിൽ 29. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി. തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി. ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് 1955. നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചത് എപ്പോഴാണ്? 1955. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയാണ് നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? നെഹ്റു ആണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂരിൽ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് ആര്? നെഹ്റു. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂരിൽ പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്തു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? നെഹ്റു ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ്. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് ആരാണ്? നെഹ്റു ആണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ആരാണ്? നെഹ്റു ആണ്. നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? ശാന്തിവനമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിനെ. ആരെയാണ്? ജവഹർലാൽ നെഹ്റുവിനെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയാണ് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബാ ഭാവെ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാണ്? സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ്.
ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോഖലെ, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ശിഷ്യർ ആരൊക്കെയാണ്? മീരാബനും സരളാബനും. മീരാബൻ, സരളാബൻ. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ടോൾസ്റ്റോയി. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? ടോൾസ്റ്റോയി. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? മഹാദേവ ദേശായി. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് മഹാദേവ ദേശായിയാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി നൽകിയ പേരാണ് അനാശക്തി യോഗം. എന്താണ്? അനാശക്തി യോഗം എന്ന് ഗാന്ധിജി പേര് നൽകിയത് എന്തിനാണ്? ഭഗവത്ഗീതയ്ക്കാണ്. ഗാന്ധി മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ചത് എന്തിനെതിരെയാണ്? കമ്മ്യൂണൽ അവാർഡിനെതിരെ. ഗാന്ധി മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ചത് കമ്മ്യൂണൽ അവാർഡിനെതിരെയാണ്. ഗാന്ധി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏത്? 1901 കൊൽക്കത്തയിലെ സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത്. ഗാന്ധി ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ്? ടാഗോറാണ്. ഗാന്ധിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോറാണ്. ഗാന്ധി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലീം. ഗാന്ധി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? നയീം താലീം. ഗാന്ധി അവസാനമായി തടവിൽ കഴിഞ്ഞത് അഗാഖാൻ കൊട്ടാരത്തിലാണ്. പൂനെയിലുള്ള അഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധി അവസാനമായി തടവിൽ കഴിഞ്ഞത്. മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് രാജ്ഘട്ട്. മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? രാജ്ഘട്ടാണ്. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 സ്ഥാപിച്ചത് ഗോഖലെയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി 1905 സ്ഥാപിച്ചത് ആരാണ്? ഗോഖലെയാണ്. വേഷപ്രച്ഛന്നനായ രാജദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോഖലെയെ. വേഷപ്രച്ഛന്നനായ രാജദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോഖലെയെ. ഗോഖലെ പുണ്യനദിയായ ഗംഗയോട് ഉപമിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഗോഖലെയെ പുണ്യനദിയായ ഗംഗയോട് ഉപമിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ടാഗോറാണ്. ദേശ് നായക് എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ടാഗോറാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ അപൂർണമായ ആത്മകഥയുണ്ട്. ഏതാണത്? ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ്. എന്താണ്? ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് എന്നതാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ അപൂർണമായ ആത്മകഥ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ജനുവരി 23 നേതാജി ജയന്തി അഥവാ പരാക്രം ദിവസായി ആചരിക്കുന്നു. നേതാജി ജയന്തി അഥവാ പരാക്രം ദിവസായി ആചരിക്കുന്നു. ഏതാണ്? ജനുവരി 23. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 28ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ്? 1917 ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത് എപ്പോഴാണ്? 1917 ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം 1917. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല. ചമ്പാരനിലെ സത്യാഗ്രഹം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാറാണ്. നികുതിക്കെതിരായി നടന്ന ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമാണ് ഗേദ സത്യാഗ്രഹം. 1918 ഗേദ സത്യാഗ്രഹം. ഗാന്ധിജി റൗലറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് ബോംബെയിലാണ്. റൗലറ്റ് നിയമം നിലവിൽ വന്നത് 1919 മാർച്ച് 10. റൗലറ്റ് നിയമം നിലവിൽ വന്നത് 1919 മാർച്ച് 10 ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച ആര്?
ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തുടർച്ചയായി 2 തവണ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1954 ഭാരതരത്നം ഏർപ്പെടുത്തി. അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് 1962 ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നു. ആത്മകഥയാണ്. ആത്മകഥ എന്ന് പറയുന്നത് ഓട്ടോബയോഗ്രഫി എന്താണ്? ആത്മകഥ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് മഹാപ്രയാൺഗഡ്. ഏതാണ്? മഹാപ്രയാൺഗഡ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. ആരായിരുന്നു? ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. വധിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായ ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനമായി ആചരിക്കുന്നു. ദേശീയ പുനരർപ്പണ ദിനമായി ആചരിക്കുന്നു. ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷനാണ് താക്കൂർ കമ്മീഷൻ. ആരാണ്? താക്കൂർ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോൾ? അടിയന്തരാവസ്ഥ കാലത്താണ്. എപ്പോഴാണ്? അടിയന്തരാവസ്ഥ കാലത്താണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം 3. ഇന്ത്യൻ ഭരണഘടന പ്രകാരം എത്ര മൗലിക അവകാശങ്ങളാണ് ഉള്ളത്? 6. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഓക്കെ, ക്ലിയർ ആണോ? അടിയന്തരാവസ്ഥ കാലത്ത് എടുത്തു കളയാൻ സാധിക്കാത്ത മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20-21. അടിയന്തരാവസ്ഥ കാലത്ത് എടുത്തു കളയാൻ കഴിയില്ല. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് 18. അടിയന്തരാവസ്ഥ കടം കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കടം കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാം എന്ന ആശയം കടമെടുത്ത രാജ്യമാണ് ജർമ്മനി. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാം എന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തത്? ജർമ്മനിയിൽ നിന്നാണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352. സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356. സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356. എന്നാൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്രയാണ്? ആർട്ടിക്കിൾ 360. ക്ലിയർ ആണോ? അടുത്തത്, ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണ്? സ്വത്തവകാശമാണ് അല്ലേ? സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 31. സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 31. 1978 44 ഭേദഗതി പ്രകാരം ഇത് നീക്കം ചെയ്തു. 1978 44 ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന നിലവിലെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 300A ആണ്. സ്വത്തവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന നിലവിലെ വകുപ്പ് ഏതാണ്? 300A. ഇന്നിപ്പോൾ എന്താണ്? അതൊരു നിയമ അവകാശമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. കുറച്ചായിട്ട് നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പഠിച്ചിരിക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു പോവുകയില്ല. ഡെയിലി എന്തായാലും PYQ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്